Hello, good afternoon, all of you. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ശാസ്ത്ര സാങ്കേതിക വിദ്യയും നവീകരണങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഏതാണ് ഇതിന്റെ ആൻസർ? പ്രായോഗിക പ്രയോഗമില്ലാതെ ശാസ്ത്രീയ പര്യവേഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് സാങ്കേതിക വിദ്യ ഇല്ലാതാവുക, രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, പരമ്പരാഗത രീതികൾ സംരക്ഷിക്കുന്നതിന് സാങ്കേതിക വികസനം നിയന്ത്രിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സിയിലേക്കാണ് വരുന്നത് എന്നിട്ടുള്ള കാര്യം അല്ലെ. അപ്പൊ നമുക്കിതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് ഈ ശാസ്ത്ര നയ പ്രമേയം? എന്താണ് ശാസ്ത്ര നയ പ്രമേയം? ശാസ്ത്ര നയ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് പോളിസി റെസൊല്യൂഷൻ. എന്താണ് ശാസ്ത്ര നയ പ്രമേയം? അതിന്റെ വേറൊരു ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സയൻസ് പോളിസി റെസൊല്യൂഷൻ. പറഞ്ഞു നോക്കിക്കേ, സയൻസ് പോളിസി റെസൊല്യൂഷൻ. അപ്പം ഇത് ഏത് വർഷമാണ് രൂപീകരിച്ചത് അല്ലെങ്കിൽ ഈ ഒരു നയം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1958 ശാസ്ത്ര നയ പ്രമേയം നിലവിൽ വന്നത്. 1958. ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സയൻസുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, അതായത് ശാസ്ത്രവും ഗവേഷണവും ആണ് ഇതിന്റെ ലക്ഷ്യം. ശാസ്ത്ര നയ പ്രമേയം, ഇതിനെ SPR എന്ന് പറയും ഷോർട്ട് ഫോം ആയിട്ട്. SPR ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നു 1958. ലക്ഷ്യം ശാസ്ത്രവും ഗവേഷണവും ആണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട വേറൊരു ലക്ഷ്യം, അതായത് നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് ലക്ഷ്യം ഓറിയന്റ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതായത് നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ഇതിന്റെ ഒരു ലക്ഷ്യമാണ് ശാസ്ത്രവും ഗവേഷണവും. രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാം സയന്റിഫിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രോത്ത് ആണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. സയന്റിഫിക് മൈൻഡ് സെറ്റിനെ ഗ്രോത്ത് ചെയ്യുക. അപ്പൊ ശാസ്ത്ര നയ പ്രമേയം ഇന്ത്യയിൽ 1958 SPR എന്ന പേരിൽ വന്നു. ശാസ്ത്രവും റിസർച്ചും ആണ്, സയൻസ് ആൻഡ് റിസർച്ച് ആണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു മനോഭാവം വളർത്തിക്കൊണ്ടുവരുന്നതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ ഇതിനെ തുടർന്ന് കുറെ ലേറ്റസ്റ്റ് വേർഷൻസ് വന്നു. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഓരോന്നിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഹ്യൂമൻ ഡെവലപ്മെന്റ് പറയുമ്പം അതിനൊരു റിപ്പോർട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ്, എന്താണ് ഇന്ത്യ ഗവൺമെന്റ് 1983 ഏത് വർഷമാണ്? 1983 ഇന്ത്യ ഗവൺമെന്റ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ്, എന്താണ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാൻ തുടങ്ങി. അതായത് ഒരു വാർഷിക പ്രസ്താവന പോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട നയങ്ങൾ അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തു തുടങ്ങിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ? 1983 ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കി തുടങ്ങിയ വർഷം. ഇതിന്റെ അർത്ഥം എന്താണ്? അതായത് ഇവിടെ ശാസ്ത്ര നയത്തിന് ഇമ്പോർട്ടൻസ് വന്നു. ഇനി അടുത്തതായിട്ട് എന്ത് വന്നു? സാങ്കേതിക നയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വന്നു. മനസ്സിലായോ? അതായത് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക നയ പ്രസ്താവന എന്നാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ശാസ്ത്ര നയം ചോദിച്ചാൽ 58 അതിന്റെ ഒരു റെസൊല്യൂഷൻ ഒക്കെ വന്നത്. ഇനി ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് സാങ്കേതിക നയ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ
83. ഇപ്പൊ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന രീതിയിലേക്ക് ചെറിയ രീതിയിൽ വന്ന വർഷമാണ് 1983. മനസ്സിലായോ? സയൻസ് ഓറിയന്റ് ചെയ്ത് 58 ഒരു പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ടെക്നോളജി പരമായിട്ട് 1983 ഒക്കെ ആയപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് വന്നത്. ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ എന്ന് പറയുന്ന കാരണം, അല്ലെ? സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എപ്പോഴും നമ്മൾ കാണുന്ന 3 വേർഡ്സുകളാണ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. ആ 3ലേക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് രണ്ടും മനസ്സിലായോ? 58-ലേതും 83-ലേതും കാര്യങ്ങളാണ്. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും എന്താണ്? സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള പരിപാടികള്, ദേശീയ വികസനം എന്നിവയായിരുന്നു. അതിന് രണ്ടിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 1983 ഒരു ഇന്നൊവേഷൻ സിസ്റ്റം എന്നിട്ടുള്ള രീതിയിലൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്? സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ആയിട്ടുള്ള പരിപാടികള് ദേശീയ ഗവേഷണത്തിൽ അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ദേശീയ ഗവേഷണത്തിന്റെ വികസനവും ആണ്. ദേശീയ ഗവേഷണ വികസനവും ഇന്റഗ്രേഷൻ ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന TPS എന്നോ ഇത് വേണമെങ്കിലും പറയാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 1958 ആയപ്പോഴത്തേക്കും ശാസ്ത്ര നയമാണ് വന്നത്. അതിനകത്ത് ശാസ്ത്ര ഗവേഷണം വന്നു. മനസ്സിലായോ? 83 ആയപ്പോഴത്തേക്കും അതിന് സാങ്കേതികമായിട്ട് ടെക്നോളജി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് പെൻ ആക്കണോ? ഇത് ഓക്കെ അല്ലേ? ബ്ലാക്ക്. then സോഷ്യലും അതായത് സാമൂഹികമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള കാര്യങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ സിസ്റ്റമാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള കാര്യങ്ങളെയും ദേശീയമായിട്ട് ഗവേഷണ വികസനത്തിനെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നിട്ടുള്ള രീതിയിൽ ഒരു ഇന്നൊവേഷൻ സിസ്റ്റമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ഓക്കെ, 1983 ഈ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് മൂലം ഒരു ഇന്നോവേഷൻ ജസ്റ്റ് രീതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്ന കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് 2003 പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. അത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള വേർഷൻ. ഇപ്പൊ നമ്മൾ 58 എന്തു പറഞ്ഞു? ശാസ്ത്ര നയ പ്രമേയം പറഞ്ഞു, അല്ലെ? 83 എന്ത് പറഞ്ഞു? ടെക്നോളജി. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? സയൻസ് എന്നുള്ള പോയിന്റ് 58 വരണം, ടെക്നോളജി എന്ന പോയിന്റ് 83 വരണം. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടേംസിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും എത്ര വർഷം കഴിയുന്നു? വീണ്ടും ഒരു 20 വർഷം കൂടെ കഴിയുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടേംസിലേക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടേമിലേക്ക് വരുമ്പോഴത്തേക്കും 2003 വരുന്നുണ്ട്. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്നതിനെല്ലാം എന്ത് കണ്ടെത്തണം? ഒരു മൂലധനം കണ്ടെത്തണം. ഫണ്ട് ഓർ ക്യാപിറ്റൽ കണ്ടെത്തുന്നത്, അതായത് റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വേണമല്ലോ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ അതിനൊരു ഫണ്ട് കണ്ടെത്തുന്നതും ഈ പറയുന്ന പിന്നെ ഒരു നയത്തിന്റെ ലക്ഷ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നോവേഷനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നോവേഷനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുന്നത് ആരുടെ ഒരു ജോലിയാണ്? സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റ് ചെയ്ത് 2003 വന്ന നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇന്നോവേഷന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുന്നത്. ഇത് മനസ്സിലായോ? 58 സയൻസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു നയം വന്നു. 83 എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു നയം വന്നു. അപ്പൊ ഇത് രണ്ടിനെ കൂടെ മിക്സ് ചെയ്ത് 2003 ആയപ്പോഴത്തേക്കാണ് ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് മൂലമാണ്. അതായത് ഈ 2003 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ആക്ട് മൂലം അല്ലെങ്കിൽ ആ ഒരു നിയമം മൂലം അല്ലെങ്കിൽ ആ ഒരു പോളിസി മൂലം ഒരു ബോർഡ് നിലവിൽ വന്നു. അതിന്റെ പേരാണ് SERB എന്ന് പറഞ്ഞിരിക്കുന്ന ബോർഡ്. എന്ത് ബോർഡാണ്?
SERB എന്ന് പറയുന്ന ബോർഡിന്റെ പേരോട് പഠിച്ച് നിങ്ങളൊന്ന് പോകണം. SERB. അപ്പൊ അതിന്റെ പേരെന്താണ്? നമുക്ക് അറിയാവുന്ന എന്തുണ്ട് ഇവിടെ? സയൻസ് ഉണ്ട്. R4 എന്തറിയാം? റിസർച്ച് അറിയാം. B4 ബോർഡ് എന്നും അറിയാം. ഇനി ഇവിടെ E4 എന്താണ്? എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ടേം ആണ്. അതായത് സയൻസ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് ഡെവലപ്പ് ചെയ്യാൻ കാരണമായത് ഏത് പോളിസി പ്രകാരമാണ്? സയൻസ് ആൻഡ് ടെക്നോളജി 2003 ആക്ട് പ്രകാരം ആണ് SERB എന്ന് പറയുന്ന സംഭവം രൂപീകരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു ചോദ്യത്തിനകത്ത് വന്നിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും നവീകരണങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു രാജ്യത്തുടനീളം ഗവേഷണം, അതായത് ദേശീയ രീതിയിൽ ഗവേഷണവും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഇനി നമ്മൾ നിങ്ങൾക്ക് ഇപ്പൊ ആദ്യം ഒരു ഐഡിയ പരമായി കിട്ടത്തില്ല, പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു കൺക്ലൂഷൻ ലഭിക്കും. മനസ്സിലായോ? അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി 2003 പ്രകാരം നിലവിൽ വന്ന ബോർഡാണ് SERB, സയൻസ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്നോവേഷന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടെത്തുക എന്നതായിരുന്നു. ഇനി അടുത്തതായിട്ട് അത് കൂടാതെ പുതുതായിട്ട് നമുക്ക് ഒരു കാര്യങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അതായത് STIP എന്ന് പറയുന്ന 2013 വേറൊരു നിയമം. അപ്പൊ ഇവിടെ എന്തുണ്ട്? STIP എന്നപ്പോ നമ്മൾക്ക് എന്തു മനസ്സിലായി? ഇവിടെ നമ്മൾ ഇന്നോവേഷന് ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുന്നതേ ഉള്ളായിരുന്നു ഈ 2003 ആയപ്പോഴത്തേക്കും. ഈ 2013 ആയപ്പോഴത്തേക്കും ആരോട് ഇതിനോടൊപ്പം വന്നു? ഇന്നോവേഷൻ എന്ന് പറയുന്ന ടേമും കൂടെ ഇവിടെ വന്നു. ആളുടെ പേരെന്തൊക്കെയാണ്? സയൻസ്, ടെക്നോളജി, ഇന്നോവേഷൻ, പോളിസി. അതായത് STIP 2013. ഒന്നുകൂടെ ഞാൻ ഇപ്പുറത്തുനിന്ന് വരാം. 1958 സയൻസ്, 83 ടെക്നോളജി, 2003 സയൻസ് ആൻഡ് ടെക്നോളജി, 2013 സയൻസ്, ടെക്നോളജി, ഇന്നോവേഷൻ, പോളിസി വന്നു. ഇവിടെ ആയപ്പോഴത്തേക്കാണ് നമ്മള് എന്താണ് ലോകത്ത് തന്നെ ആദ്യ 5 നമ്മളുടെ പോളിസി, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സയൻസ് ടെക്നോളജി ഇന്നോവേഷൻ രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും 5ാമത്തെ നല്ല രാജ്യമാക്കി മാറുക എന്നതായിരുന്നു 2013 നമ്മളുടെ ഇതിന്റെ ഗോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? STIP 2013 പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ 5 വരിക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട പോളിസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി 2003 ഇന്നോവേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി 2013 ആയപ്പോഴത്തേക്കും വേൾഡ് വൈഡ് ആയിട്ട് തന്നെ എത്രാമത്തെ പൊസിഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്? ഫസ്റ്റ് 5 പൊസിഷനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിച്ചു കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൂടുതലായിട്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ നവീകരിച്ചു. അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യകള് നവീകരിക്കുക എന്ന് പറയുന്ന പ്രോസസ് ഇവിടെ നടന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യകൾ നവീകരിക്കുക എന്ന് പറയുന്ന പ്രോസസ് എന്ന് എവിടെ നടന്നു? ഇവിടെ നടന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വകാര്യമായിട്ടുള്ള ഫണ്ടുകൾ, പ്രൈവറ്റ് ഫണ്ടുകളൊക്കെ ഇവര് ശേഖരിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ അതായത് ലോകത്ത് തന്നെ ആദ്യത്തെ 5 ഫസ്റ്റ് 5 വരാൻ വേണ്ടിയിട്ടാണ് STIPയുടെ 2013 മെയിൻ ഗോൾ എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ നവീകരിക്കുക, സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഫണ്ടിലൊക്കെ, അതായത് സ്വകാര്യ ഫണ്ടുകൾ ശേഖരിക്കാനും വേണ്ടിയിട്ട് ഇവര് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു നയങ്ങളും ഇതിനകത്ത് പാസ്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മള് ലോകത്തിലെ 5ാമത്തേത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് പുതിയ പുതിയ ഡിസ്കവറീസ് നമ്മൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കണം അല്ലെ?
അതുകൂടാതെ ഇന്റർനാഷണൽ ലെവൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരക്ഷമതയും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതുകൂടാതെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ശാസ്ത്ര രംഗവുമായി ഇതിനെ ബന്ധിപ്പിക്കുക. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് വരുന്നത്. അപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് 5 ആണ് ഈ 2013 ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടെ പഠിച്ചു വെക്കണം? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ ഉയരണ്ടേ? നമ്മുടെ ലോക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം മത്സരക്ഷമത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം മത്സരക്ഷമതയും ഇതിനോടൊപ്പം തന്നെ എന്തും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം? നമ്മുടെ നാഷണൽ വൈസ് അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രത്തിന്റെ ശാസ്ത്ര രംഗവുമായി ബന്ധിപ്പിക്കുകയും വേണം. ഓരോ കാര്യങ്ങളെയും ബന്ധിപ്പിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 2003 വന്ന സയൻസ് ടെക്നോളജി ഇന്നൊവേഷൻ പോളിസി പ്രകാരം ലോകത്ത് തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ISRO റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം മുന്നിലാണ് നമ്മൾ ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച്. എത്രയോ രാജ്യങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്പേസിലേക്കും അല്ലാതെയും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഒരു ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അപ്പൊ ഇതിനെ തുടർന്നിട്ടാണ് ഈ 1958 സയൻസ് പോളിസി റെസൊല്യൂഷൻ വന്നതിനെ തുടർന്നിട്ടാണ് ISRO പോലെയുള്ള സ്ഥാപനങ്ങൾ 1969 വരാൻ കാരണമായത്. മനസ്സിലായോ? 69 വരാൻ വേണ്ടിയിട്ട് 58 ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നോക്കാം, നമ്മൾ മംഗൾയാൻ ആയാലും അതുപോലെ തന്നെ ചന്ദ്രയാൻ ആയാലും അങ്ങനെ ലോകത്ത് തന്നെ ഇപ്പൊ നമ്മൾ ഏതെടുത്ത് നോക്കിയാലും പിന്നെ ആദ്യമായിട്ട് എന്താണ് ഓരോ ഡോക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള എത്രാമത്തെ രാജ്യം എന്ന് ചോദിക്കും. ഓരോന്നിനും ഇന്ത്യയുടെ സ്ഥാനം വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് 5 വരിക എന്നതാണ് സയൻസ് ടെക്നോളജി ഇന്നൊവേഷൻ പോളിസിയുടെ 2013 ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മൾ എന്തായിരിക്കണം? നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇനി അതുപോലെ എന്ത് വേണം? ഇവിടത്തേക്ക് ഫണ്ട് വേണം. സ്വകാര്യമായിട്ടുള്ള ഫണ്ടുകളും ശേഖരിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനും ഒക്കെ. ഇനി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു മത്സരക്ഷമതയും ശാസ്ത്ര രംഗത്തെ, അതായത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിന്റെ ശാസ്ത്ര രംഗവുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചു. രാഷ്ട്രത്തിന്റെ ശാസ്ത്ര രംഗവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇതിന് ശേഷം അതായത് STIP 2013 ഇത് ഓരോ വർഷവും ഇതിന്റെ നയങ്ങള് അല്ലെങ്കിൽ ഓരോ പീരിയോഡിക്കലി ഇത് നയങ്ങള് പുതുക്കിക്കൊണ്ടേയിരിക്കും അല്ലെ. 2020 ഇന്ന് നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അതായത് ഇവിടെ എന്തുണ്ട്? സയൻസ് ടെക്നോളജി അതുപോലെ തന്നെ എന്താണ് വരുന്നത്? ഇന്നൊവേഷൻ പോളിസി 2020. അപ്പൊ അതായത് കുറച്ചുകൂടെ പുതിയ തന്ത്രങ്ങളൊക്കെ പുതിയ ട്രിക്കുകളൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, പുതിയ തന്ത്രങ്ങൾ മെനയുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള ട്രിക്കുകളൊക്കെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. ദെൻ അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്? അതായത് ഇന്ത്യ ഗവൺമെന്റ് STIP 2020 കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തന്ത്രങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനകത്തുള്ള ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഒന്ന് മാറ്റി പുതിയ രീതിയിലേക്ക് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറച്ചും കൂടെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് STIP 2020 പുതുക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 2 മിനിസ്ട്രീനെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? സയൻസ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റും പ്ലസ് ഇതിന്റെ ഒരു മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവിന്റെ ഒരു മിനിസ്ട്രിയും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ പോളിസിയൊക്കെ പാസ്സാക്കുന്നത്. 2020 STIP പോളിസിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവിന്റെ മിനിസ്ട്രി. ആ ഒരു കാര്യാലയം ഉണ്ടല്ലോ, മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവിന്റെ മിനിസ്ട്രിയും സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നിട്ടാണ് ഈ പോളിസി പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മുഖ്യ
മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവിന്റെ മിനിസ്ട്രിയും സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നിട്ടാണ് ഈ പുതിയ തന്ത്രം, കാഴ്ചപ്പാട് എന്നിവയൊക്കെ അവതരിപ്പിച്ചത്. ഓക്കെ, 2013 നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് 5 വരണമെന്ന് പറഞ്ഞത്. അതിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ നവീകരിക്കുക, പ്രൈവറ്റ് ഫണ്ട് കൊണ്ടുവരിക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ആയിട്ടൊരു സ്റ്റാൻഡേർഡും മത്സരക്ഷമതയും ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഇനി STIP എന്ന് പറഞ്ഞിരിക്കുന്ന 2020 പ്രകാരം പുതിയ തന്ത്രം, കാഴ്ചപ്പാട് എന്നിവ രൂപീകരിക്കുക. അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവിന്റെ മിനിസ്ട്രിയും, ആ ഒരു മിനിസ്ട്രിയും അതുപോലെ തന്നെ സയൻസ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നിട്ടാണ് STIP പുതിയ തന്ത്രവും കാഴ്ചപ്പാടും ഒക്കെ മെനഞ്ഞതിന്റെ പിന്നില്. പ്രത്യേകിച്ച് എന്താണ്, നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു വെക്കുക, എക്കണോമിക് ആയിട്ടും സോഷ്യൽ ആയിട്ടും പ്രോഗ്രസ് കൊണ്ടുവരിക, അത്രയൊക്കെ ഉള്ളൂ. ലാർജ് സ്കെയിൽ ആയിട്ട് പ്രോഗ്രസ് കൊണ്ടുവരിക. ഇതാണ് STIP 2020 ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആകെപ്പാടെ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. 58 എന്ന് പറഞ്ഞാൽ സയൻസ് റിലേറ്റ് ചെയ്തൊരു റെസൊല്യൂഷൻ വന്നു. അപ്പൊ ശാസ്ത്രം, ഗവേഷണം, ശാസ്ത്ര മനോഭാവം വളർത്തുക എന്നതാണ്. ഇതിനെ തുടർന്നിട്ടാണ് ISRO പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്. 1983 ആയപ്പോഴത്തേക്കും ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കി. സാങ്കേതിക നയ പ്രസ്താവനയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നമ്മൾക്ക് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് ദേശീയ ഗവേഷണം വികസിപ്പിക്കുക എന്നിട്ടുള്ള രീതിയാണ് ഇതിനകത്ത് അവലംബിച്ചിരുന്ന മാർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുശേഷം 2003 ആയപ്പോഴത്തേക്കാണ് ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് ഇന്നോവേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് തയ്യാറാക്കുക. SERB എന്ന് പറഞ്ഞിരിക്കുന്ന സയൻസ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് രൂപീകരിച്ചതും ഒക്കെ സയൻസ് ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം വന്നതിന് ശേഷമാണ്. ഇനി ആ 2013 കാലഘട്ടം ആയപ്പോഴത്തേക്കും STP മാറിയിട്ട് STIP എന്ന് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലേക്ക് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ ആദ്യം 5 എത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക വിദ്യ നവീകരിച്ച് പ്രൈവറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, പ്രൈവറ്റ് ഫണ്ട് നമ്മളിലേക്ക് ആകർഷിക്കുക, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് മത്സരക്ഷമതയും രാഷ്ട്രത്തിന്റെ ശാസ്ത്ര രംഗവും തമ്മിൽ ബന്ധിപ്പിക്കുക. 2020 ആയപ്പോഴത്തേക്കും ഇതിനെയൊക്കെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് ലാർജ് സ്കെയില് എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും നമ്മൾ വളരുക, പുതിയ തന്ത്രവും കാഴ്ചപ്പാടും ഒക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സയൻസ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റും മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവിന്റെ മിനിസ്ട്രിയും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു? 2020 ഇതിനെ ഒന്നുകൂടെ ഒന്ന് പരിഷ്കരിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? പിന്നെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് പോലെ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ടെക്നോളജി ഇന്നോവേഷൻ ആൻഡ് അതിന്റെ ഒരു റീഅറേഞ്ച്മെന്റ്, അത്രയും കാര്യങ്ങൾ ഓരോ സ്റ്റേറ്റിലും ഏതാണെന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും തന്നെ. അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ നിയമം 1989, വനാവകാശ നിയമം 2006, പൗരാവകാശ സംരക്ഷണ നിയമം 1955. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നാണ് പറയുന്നത്. നോക്കാം. പട്ടികജാതി പട്ടികവർഗ നിയമം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 1989 അല്ലെ? ഇനി അടുത്തായിട്ട് ഇതാണോ ബെറ്റർ, ബ്ലാക്ക് ആണോ ബെറ്റർ? ബ്ലാക്ക്. ഈ വനവാസി നിയമം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഏത് വർഷമാണ്? വനവാസി നിയമം 2006 എന്നിട്ടുള്ള കാര്യം പഠിച്ചു വെച്ചിരിക്കണം. വന അവകാശ നിയമത്തിനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതായത് ST, അതായത് പട്ടിക വർഗ, അതായത് എഴുതിക്കോട്ടെ, വന അവകാശ നിയമം.
വർഷം 2006 ഡിസംബർ 18 എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഡിസംബർ 18 വനാവകാശ നിയമം വന്നിരിക്കുന്നത്. അപ്പൊ ഈ വനാവകാശ നിയമം അനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈ എസ്ടിയിലുള്ളവർക്കും വനവാസികൾക്കും എല്ലാം സംരക്ഷണം നൽകണം എന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിലെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2006 ഡിസംബർ 18 ഈ നിയമം നിലവിൽ വന്നത്. അത് എസ്ടിക്ക് മാത്രമല്ല, ട്രഡീഷണൽ ആയിട്ട് വനത്തിൽ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും വനത്തിൻ്റെതായിട്ടുള്ള എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന നിയമമാണ് വന അവകാശ നിയമം എന്ന് പറയുന്നത്. വർഷം 2006 ഡിസംബർ 18. ഈ ഒരു നിയമം വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മേ ബി ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദ എസ്ടി ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെല്ലേഴ്സ്. ഇതാണ് ഈ ഒരു നിയമത്തിന്റെ പേര്. എന്താ? ദ എസ്ടി, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്. ദ ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെല്ലേഴ്സ് എന്നാണ് വന നിയമത്തിന്റെ വേറൊരു പേര്, അല്ലെങ്കിൽ വന അവകാശ നിയമത്തിന്റെ വേറൊരു പേരെന്ന് പറഞ്ഞിരിക്കുന്നത്. റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റിന്റെ പേരാണ് ദ എസ്ടി ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെല്ലേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്, അതായത് പൗര അവകാശ സംരക്ഷണ നിയമം. എന്താണ്? പൗര അവകാശ സംരക്ഷണ നിയമം പാസാക്കിയ വർഷം നിങ്ങൾക്കറിയാം 55 അല്ലെ? ആ 1955 ഏത് ഡേറ്റ് ആണെന്ന് പറയാമോ? 55 ഒരു മെയ് മാസത്തിലാണ്, 8-ാം തീയതിയാണ്. 1955 മെയ് മാസം 8-ാം തീയതിയാണ് നമുക്ക് എന്ത് നിലവിൽ വന്നത്? പൗര അവകാശ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മഹാത്മാഗാന്ധി കി ജയ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഏത് ആർട്ടിക്കിളിനെയാണ് ഭയങ്കരമായിട്ട് പാസ്സാക്കിയത്? ആർട്ടിക്കിൾ 17, അയിത്തോച്ചാടനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു 3 വകുപ്പ് പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആരാധനാലയങ്ങളിലൊക്കെ ആ ഒരു ടൈമില് ജാതിയുടെ പേരിൽ അയിത്തം കൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ഈ പൗര അവകാശ സംരക്ഷണ നിയമം 1955 വകുപ്പ് 3 പ്രകാരം, അതായത് ആരാധനാലയങ്ങളിൽ ജാതിയുടെ പേരിൽ, എന്താണ്? ആരാധനാലയങ്ങളിൽ ജാതിയുടെ പേരിൽ അയിത്തം കൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? 3 പറയണം. ഏത് പറയണം? 3 പറയണം. ആരാധനാലയങ്ങളില് ജാതിയുടെ പേരിൽ അയിത്തം ബാൻ ചെയ്തു ആർട്ടിക്കിൾ 3 പ്രകാരം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലുകളിലായാലും ഷോപ്പുകളിലായാലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിലായാലും അയിത്തം നിരോധിച്ചു. ജാതിയുടെ പേരിൽ അയിത്തം നിരോധിച്ചു. ഏത് വകുപ്പ് പ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? 4 പ്രകാരം എന്ന് പറയണം. 4-ാമത്തെ വകുപ്പ് പ്രകാരം നിരോധിച്ചു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കാൻ പറ്റുമോ? പൗരാവകാശ നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് 1955 മെയ് മാസം 8-ാം തീയതിയാണ് പ്രാബല്യത്തിൽ വന്നത്. അപ്പൊ ഇതിനകത്തെ 1955 പൗരാവകാശ നിയമം അനുസരിച്ച് ഏത് വകുപ്പ് പ്രകാരമാണ് ആരാധനാലയങ്ങളിൽ ജാതിയുടെ പേരിൽ അയിത്തം തടഞ്ഞത്, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? ഇതിനകത്ത് 3-ാമത്തെ വകുപ്പ്. ഇനി എവിടെയാണ് അയിത്തം പാടില്ല? ഹോട്ടലുകളിലും ഷോപ്പുകളിലും ടൂറിസ്റ്റ് പ്ലേസുകളിലും ഒന്നും അയിത്തം പാടില്ല, അല്ലെങ്കിൽ അയിത്തം കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിരിക്കുന്നു 1955 ഏത് വകുപ്പ് പ്രകാരം? 4-ാമത്തെ വകുപ്പ് പ്രകാരം. ഇനി ലൈക്ക് വൈസ് ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും അയിത്തം നിരോധിച്ചു 1955 സംരക്ഷണ നിയമപ്രകാരം. ഏത് വകുപ്പാണ്? തൊട്ടടുത്ത വകുപ്പ് ഒന്ന് പറഞ്ഞു. അയിത്തം നിരോധിച്ചു. 5-ാമത്തെ
വകുപ്പ് പ്രകാരം. ഇത് മനസ്സിലായോ? ആരാധനാലയം ചോദിച്ചാൽ മൂന്നാമത്തതും, ഹോട്ടൽ, ഷോപ്പ്, ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ നാലാമത്തതും, ഹോസ്പിറ്റൽ, സ്കൂൾ, ഐത്തം എന്നിവയ്ക്കാണെങ്കിൽ അഞ്ചാമത്തെ വകുപ്പും നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. ഇനി ഈ പറയുന്ന അഞ്ചാമത്തെ വകുപ്പ് നമ്മള് നിരസിച്ചു എന്ന് വിചാരിച്ചു. മീൻസ് ആ ഒരു വകുപ്പ് നമ്മൾ അനുസരിച്ചിട്ടില്ല, ഹോട്ടലിലും സ്കൂളിലും ഒക്കെ ഐത്തം കൽപ്പിച്ചു എങ്കിൽ എന്താണ്, ഓൺ ദ സ്പോട്ടിൽ തന്നെ 6 മാസത്തെ തടവ് അനുഭവിക്കണം. എത്ര തടവാണ്? ശിക്ഷ എന്താണ്? നിരസിച്ചാല് 6 മാസത്തെ തടവ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. എത്ര നാളത്തേതാണ്? ഈ പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ ആർട്ടിക്കിൾ 5 പ്രകാരം നിരസിച്ചു കഴിഞ്ഞാൽ എത്ര നാളത്തെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതാണ്? 6 മാസത്തെ തടവ് അനുഭവിക്കേണ്ടതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ 1989, വനാവകാശം 2006, പൗരാവകാശ സംരക്ഷണ നിയമം, ഇവയെല്ലാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ആണ്. അതിനകത്ത് 3, 4, 5 വകുപ്പ് പ്രത്യേകമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പൗരാവകാശ നിയമത്തിലേത് ജാതിയില് ഐത്തം കൽപ്പിക്കുന്നു ആരാധനാലയത്തിൽ, അത് തടയാൻ വേണ്ടിയിട്ടുണ്ടായത് 3ാമത്തെ വകുപ്പും. 4ാമത്തെ വകുപ്പാണെങ്കിൽ ഹോട്ടൽ, ഷോപ്പ്, ടൂറിസ്റ്റ് പ്ലേസുകളിൽ ആണെങ്കിൽ 4ാമത്തെ വകുപ്പ് പ്രകാരവും. 5 ആണെങ്കിൽ എന്ത് പറയണം? ഹോസ്പിറ്റൽ, സ്കൂള് എന്നിവയിൽ ഐത്തം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് 5ാമത്തെ വകുപ്പും നിയമം മൂലം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ 89 നമുക്ക് പിന്നെ വേറൊരു ക്ലാസ്സിൽ പറയാവുന്നതാണ്. ഓക്കെ, അടുത്തിലേക്ക് പോക്കോട്ടെ. ഇത് നോക്കൂ. അഗ്നിപർവ്വത ഘടകത്തെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുക. മാഗ്മ ചേംബർ, കുഴൽ, വെന്റ്. ആൻസർ നോക്കിയിട്ട് പറയൂ. ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? ആർക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ചെറുതാണോ? ചെറുതാണോ? ഡി ആൻസർ തെറ്റാണ്. ബി ആൻസർ ശരിയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ബി ആൻസർ ഇട്ട് കൊടുത്തത്? കറക്കി കുത്തിയതാ? അപ്പൊ ഇവിടെ ഒരു കാര്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് കിട്ടും. എന്താണ്? ദ്വാരം എന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ അല്ലേ? നമ്മൾ വെന്റിലേഷൻ ഒക്കെ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം നമുക്ക്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതൊന്ന് കൃത്യമായിട്ട് അങ്ങ് പഠിക്കണം. 1ാമത്തെ ആൻസർ എന്താ? ബി, മാഗ്മ ചേംബർ. ചേംബർ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഉരുകിയ പാറ എന്ത് ചെയ്തു വെക്കുന്നു? സംഭരിച്ചു വെക്കുന്നു. എന്ത് ചെയ്യുന്നു? സംഭരണം. മാഗ്മ ചേംബർ എന്ന് പറയുമ്പോൾ ഉപരിതലത്തിനടിയിൽ ഉരുകിയ പാറയുടെ സംഭരണം. ഉരുകിയ പാറയുടെ സംഭരണം. ഉരുകിയ പാറയുടെ സംഭരണം. ഇനി വെന്റ് എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നുണ്ട്? അഗ്നിപർവ്വത വാതകങ്ങളും ഒക്കെ പുറത്തേക്ക് പോകുന്ന ദ്വാരമാണ്. വെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ഓർത്തിച്ചാൽ മതി? ദ്വാരം. ഇനി എന്താണ്? കുഴൽ എന്ന് പറയുമ്പോൾ എന്താണ്? മാഗ്മ ഉയരുന്നതിനുള്ള പാത. അപ്പൊ കുഴൽ വഴിയിട്ടല്ലേ ഉയരുന്നതിനുള്ള പാത. ഇത്രയും മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതൊക്കെ കണ്ട സ്കിപ്പ് ചെയ്യരുത്, ഒന്നും ട്രൈ ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട്. മാഗ്മ ചേംബർ ഉരുകിയ പാറയുടെ സംഭരണം. ദെൻ വെന്റ് എന്ന് പറയുന്നത് ദ്വാരം, കുഴൽ ഉയരുന്നതിനുള്ള പാത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കാം.
വലിയ അഗ്നിപർവ്വതത്തിന് ഉദാഹരണം എന്താണ്? വലിയ അഗ്നിപർവ്വതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഷീൽഡ് എന്ന് പറയുന്ന പേരിലാണ്. എന്താണ്? ഷീൽഡ് എന്ന് പറയുന്ന പേരിലാണ്. ഇതിനകത്ത് എന്താണ് ഉണ്ടാവുന്നത്? ബസാൾട്ട് ആണ് ഉണ്ടാവുന്നത്. ബസാൾട്ട് ശിലകളൊക്കെയാണ് അല്ലെ? ഇനി അത് എന്തുണ്ടാവുന്നു? ലാവ തണുക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വൃത്തസ്തൂപികയുടെ ഷേപ്പാണ്. എന്താണ്? വൃത്തസ്തൂപികയുടെ ഷേപ്പാണ്. ലാവ തണുക്കുമ്പോൾ ഉണ്ടാകുന്ന വൃത്തസ്തൂപികയാണ് ഷീൽഡിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞിരിക്കാം. ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ്? ഷീൽഡ് അഗ്നിപർവ്വതം. ബസാൾട്ട് ശിലകളുടെ ലാവകൾ തണുക്കുമ്പോൾ എന്തുണ്ടാവുന്നു? വൃത്തസ്തൂപിക ഉണ്ടാകുന്നു. ഇവിടെ ഷേപ്പിൽ ഉണ്ടാവുന്നുണ്ട്. വൃത്തസ്തൂപികയുടെ ഷേപ്പിലുള്ള ഒരു അഗ്നിപർവ്വതം പോലെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഊഷ്മാവ്, ലോ ടെമ്പറേച്ചർ കൂടാതെ അർദ്ധദ്രവാവസ്ഥ പ്ലസ് ലാവാസ്ഫോടനം, ഇതൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ലാവാസ്ഫോടനം ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് ഷീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാവാസ്ഫോടനം മൂലം ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഷീൽഡ്. ഇനി ലാവാസ്ഫോടനത്തോടൊപ്പം ലാവ മാത്രമല്ല, ഒരു അർദ്ധദ്രവവും ലോ ടെമ്പറേച്ചറും ലൂടെ വരുവാണ്. താഴ്ന്ന ഊഷ്മാവിലും സെമി ഫ്ലൂയിഡിലും ഉണ്ടാകുന്ന ലാവാസ്ഫോടനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സംയുക്ത അഗ്നിപർവ്വതങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരാ? സംയുക്ത അഗ്നിപർവ്വതങ്ങൾ. ഇത് രണ്ടും മനസ്സിലായോ? ഇനി തൊട്ട് നിങ്ങൾക്ക് റിവിഷൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും കേട്ടോ. അതായത് നിങ്ങളുടെ മനസ്സിലോട്ടാണ് ഞാൻ ഇനി പണ്ടത്തെ പോലെ എഴുതി തരുന്നത്. നോക്കാം. വലിയ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഷീൽഡ് അഗ്നിപർവ്വതം ആണ്. അത് ബസാൾട്ട് ശിലകള് തണുത്തൊക്കെ ഉണ്ടാവുന്ന ലാവകളൊക്കെ തണുക്കുമ്പോൾ ഉണ്ടാവുന്നു. ഷേപ്പ് എന്താണ്? ഷീൽഡിൻ്റെത് വൃത്തസ്തൂപികയാണ്. ഇനി ഇത് രണ്ടും കൂടെ ഒരു മിക്സ്ഡ് വേർഷൻ ആണ്. അതായത് ലോ ടെമ്പറേച്ചർ ആണ്, ലാവയും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ പറയത്തില്ല, അതിന്റെ പേരാണ് സംയുക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സംയുക്ത അഗ്നിപർവ്വതം എന്ന് പറയുന്ന പേര്. ക്ലിയർ ആണോ ഇത്? അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള എക്സ്പ്ലോഷൻ വഴി ഉണ്ടാവുകയാണ്. പൊട്ടിത്തെറി ഉണ്ടാണെങ്കിൽ എന്ത് പറയും? അതിശക്തമായ എക്സ്പ്ലോഷൻ വഴി ഉണ്ടാവുന്ന അഗ്നിപർവ്വതങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നടി തരും. കാൽഡറ. കേട്ടിട്ടില്ലേ? കാൽഡറ അഗ്നിപർവ്വതങ്ങൾ അതിശക്തമായ എക്സ്പ്ലോഷൻ വഴിയിട്ടാണ്. അപ്പൊ വലിയ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവുന്നു ഏത് മൂലം ആണ്? അല്ലെങ്കിൽ അതിന് പേരാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. വലിയ അഗ്നിപർവ്വതങ്ങൾക്ക് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്നും, ലോ ടെമ്പറേച്ചറിലും അർദ്ധദ്രവാവസ്ഥയിലും ലാവാസ്ഫോടനവും വഴി ഉണ്ടാവുന്നതിന് സംയുക്ത അഗ്നിപർവ്വതം എന്നും, അതിശക്തമായിട്ടുള്ള എക്സ്പ്ലോഷൻ വഴിയിട്ട് കാൽഡറ ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പം ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പം ഈ കൊക്കക്കോളയുടെയോ പെപ്സിയുടെ ഒക്കെ കുപ്പിയൊക്കെ നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ, നമ്മൾ കുലുക്കിയിട്ടാ പൊട്ടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? അത് അതിലോട്ട് തന്നെ അങ്ങ് കുഴിയത്തില്ലേ? മീൻസ് അതാണ് സത്യത്തിൽ എന്ത്? കാൽഡറ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രഷർ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോസ് ചെയ്ത് ഇങ്ങനെ വരുവാണ്. അപ്പൊ എന്ത് ചെയ്യും? ഒത്തിരി അങ്ങ് അതിലോട്ട് തന്നെ പുറത്തോട്ട് അങ്ങ് പോകത്തില്ലേ? ഇതിനകത്തോട്ട് തന്നെ വന്ന് ഇങ്ങോട്ട് വന്ന് പദം ഇങ്ങനെ ഞൊരഞ്ഞ് താഴോട്ട് അങ്ങ് പോകത്തില്ലേ? അപ്പൊ അവിടെ എന്തുണ്ടാവും? ഒരു കുഴികൾ രൂപപ്പെടുന്നു അല്ലേ? അതായത് അതിന്റെ തന്നെ സാധനങ്ങൾ അതിൽ തന്നെ വീണ് സ്വന്തം കുഴി സ്വന്തം തോണ്ടി എന്ന് പറയുന്ന സംഭവമാണ് കാൽഡറ. അപ്പൊ എന്തുണ്ടാവുന്നു? താഴ്ന്ന സ്ഥലങ്ങൾ ഉണ്ടാവുന്നു. എന്താണ്? താഴ്ന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. ഓർ ഭൂരൂപങ്ങൾ, താഴ്ന്ന ഭൂരൂപങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ?
വലിയ അഗ്നിപർവ്വതത്തിന്റെ ഷേപ്പ് എന്തുവാ? വൃത്തസ്തൂപികയുടെ ഷേപ്പ് ആയിരിക്കും. അതൊരു ഷീൽഡ് കണക്കിനായിരിക്കും നിൽക്കുന്നത്. അതൊരു ബസാൾട്ടും ലാവയും ഒക്കെ തണുക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് വലിയ അഗ്നിപർവ്വതങ്ങൾ. ഇനി ലാവാ സ്ഫോടനവും താഴ്ന്ന ടെമ്പറേച്ചറും അർദ്ധദ്രവാവസ്ഥയുമാണെങ്കിൽ ഒരു രണ്ടിന്റെയും കൂടെ ഒരു മിക്സ്ഡ് വേർഷൻ ആയിരിക്കും വരുന്നത്. മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് കാൽഡറ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ എക്സ്പ്ലോഷൻ മൂലമാണ് കാൽഡറ ഉണ്ടാവുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് അതിന്റെ തന്നെ കുഴി തോണ്ടുന്നു. ആ കുഴി ഓർത്ത് വെച്ചേക്കണം, കാൽഡറ. അപ്പൊ ഇത് മൂന്ന് ഓർമ്മ കിട്ടുമോ? ഇപ്പൊ വെന്റ് എന്താണ്, കുടൽ എന്താണ്, ചേംബർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കുഴൽ, വെന്റ്. ഷീൽഡ് എന്താണ്? വലുതാണ്. അതിശക്തമായ എക്സ്പ്ലോഷൻ ചോദിച്ചാൽ എന്ത് പറയണം? കാൽഡറ എന്ന് പറയണം. ലാവാ സ്ഫോടനവും അർദ്ധദ്രവവും കൂടെ ആണെങ്കിൽ സംയുക്തം എന്ന് പറഞ്ഞോണം. ക്ലിയർ? അപ്പൊ ഷീൽഡിന്റെ ഷേപ്പ് എന്തുവാ? വൃത്തസ്തൂപിക ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്. എന്തൊക്കെയാണ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ? പവേഴ്സ് ഓഫ് പ്രസിഡന്റ് എന്തൊക്കെ വരും? മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം ഇവിടെ പറയുന്നുണ്ട് അല്ലെ. കോർട്ട് മാർഷൽ കേസുകൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം പറയുന്നുണ്ട്. പാർലമെന്റ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ഈ പാർലമെന്റ് ഒക്കെ വിളിച്ചു കൂട്ടാനുള്ള അധികാരം അദ്ദേഹത്തിന്റെ ഏത് പവറിൽ വരും എന്ന് നമ്മൾക്കൊന്ന് ചോദിക്കാം. അത് ഏതിനകത്ത് വരും? അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റത്തില്ല. എന്തിനകത്ത് വരും? നിയമനിർമ്മാണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരും. എവിടാണ്? നിയമനിർമ്മാണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അധികാരത്തിലാണ് ഇത് വരുന്നത്. എവിടാണ്? നിയമനിർമ്മാണം. ഒന്നുകൂടെ പറയാം. ഈ പ്രധാനമായിട്ടും പ്രസിഡന്റിന് 7 രീതിയിലാണ് അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത്. എത്ര രീതിയിലാണ് പറഞ്ഞേ? 7 രീതിയിൽ. ഒന്നാമത്തെ അധികാരം എക്സിക്യൂട്ടീവ് അധികാരം. പറഞ്ഞേ, എന്തധികാരം? എക്സിക്യൂട്ടീവ് അധികാരം. ആ എക്സിക്യൂട്ടീവ് അധികാരം ആണ് നമ്മളുടെ ഇവിടുത്തെ ഒന്നാമത്തെ ഓപ്ഷൻ. അതായത് മന്ത്രിമാരെ നിയമിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന്റെ ഏത് പവറിൽ വരുന്നതാണ്? എക്സിക്യൂട്ടീവ് അധികാരത്തിൽ വരുന്നതാണ്. മനസ്സിലായോ? മന്ത്രിമാരെ നിയമിക്കാനുള്ളത്. ഇനി ഓപ്ഷൻ ബി, കോർട്ട് മാർഷൽ കേസുകൾ മാപ്പ് നൽകാനുള്ള അധികാരം അദ്ദേഹത്തിന്റെ ഏതിനകത്ത് വരുന്നതാണ്? ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ്? ജുഡീഷ്യൽ അധികാരത്തിനകത്ത് വരുന്നതാണ്. ജുഡീഷ്യൽ അധികാരത്തിനകത്ത് വരുന്നതാണ്. അദ്ദേഹം പാർലമെന്റ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം പ്രസിഡന്റിന്റെ ഏത് അധികാരത്തിൽ വരുന്നു? നിയമനിർമ്മാണം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു. മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം ഏതിനകത്ത് വരുന്നു? എക്സിക്യൂട്ടീവ് അധികാരം. എന്താ അധികാരം? എക്സിക്യൂട്ടീവ് അധികാരത്തിൽ വരുന്നു. ക്ലിയർ? അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിക്കാം. ബോറടിക്കുന്നോ? എക്സിക്യൂട്ടീവ്, അത് രണ്ടാമത്തതാണ് നിയമ നിർമ്മാണം. മൂന്നാമത്തത് എന്താണ്? സാമ്പത്തികം. നാലാമത്തത് എന്താണ്? ജുഡീഷ്യൽ. അഞ്ചാമത്തത് മിലിറ്ററി. അടിയന്തരാവസ്ഥ, എമർജൻസി. 7 നയതന്ത്രം. ഒന്ന് പറഞ്ഞേ. അപ്പൊ പ്രസിഡന്റിന് പ്രധാനമായിട്ടും എത്ര അധികാരങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്? 7 തരത്തിലുള്ള അധികാരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് അധികാരം, സെക്കൻഡ് വൺ നിയമനിർമ്മാണം, തേർഡ് വൺ സാമ്പത്തികം, ഫോർത്ത് വൺ ജുഡീഷ്യൽ, ഫിഫ്ത്ത് മിലിറ്ററി, സിക്സ്ത് എമർജൻസി ആൻഡ് 7 നയതന്ത്രം.
ഓക്കെ, മിലിറ്ററി ഓർക്കാൻ പറ്റും, എമർജൻസി ഓർക്കാം, നയതന്ത്രം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓരോരോ നയതന്ത്രജ്ഞരെ അംബാസിഡർമാരെയും ഹൈ കമ്മീഷണർമാരെയും ഒക്കെ ഓരോ ഇദ്ദേഹത്തിന്റെ പേരിലാണ്, നാമധേയത്തിലാണ് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ഹൈ കമ്മീഷണറെയും അംബാസിഡർമാരെയും വിവിധ രാജ്യങ്ങളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആരുടെ പേരിലാണ്, ആരുടെ നാമധേയത്തിലാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ നാമധേയത്തിൽ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏത് അധികാരം ഉപയോഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയതന്ത്ര അധികാരം എന്ന് ഓർത്തു വെച്ചേക്കണം, നയതന്ത്ര അധികാരം. ഇനി എമർജൻസി ടൈമില് 352, 356, 360 തുടങ്ങിയവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രസിഡന്റിന് അധികാരം ഉണ്ടല്ലോ, നമുക്കതറിയാവുന്നതാണല്ലോ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട. പിന്നെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്രയും സേനകളുടെ എല്ലാം അതും ആരുടെ നാമധേയത്തിൽ തന്നെയാണ്, പിന്നെ പ്രസിഡന്റിന്റെ നാമധേയത്തിൽ തന്നെയാണ് അതിന്റെ ചീഫുകളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതെല്ലാം. ഇനി ജുഡീഷ്യറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് ഏത് കേസുകൾ വേണമെങ്കിലും പിൻവലിക്കാനും കൂടാതെ എന്തു ചെയ്യാനും മാപ്പാക്കാനും ഉള്ള അധികാരവും ആർക്ക് ഉണ്ട്, പ്രസിഡന്റിന് പ്രത്യേക അധികാരം ഉണ്ട്. മനസ്സിലായോ, ജുഡീഷ്യറി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതുകൂടാതെ നമുക്ക് എന്തും ഉണ്ട്, പ്രസിഡന്റിന് സുപ്രീം കോടതിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള, ഉപദേശം തേടാനുള്ള അധികാരങ്ങളും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ജുഡീഷ്യറി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു, പ്രസിഡന്റിന്റെ അധികാരത്തിൽ പറയുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബില്ലുകളുടെ കാര്യങ്ങളും, അതായത് മണി ബില്ലിനകത്ത് പ്രസിഡന്റിന്റെ ഇതൊന്നും വേണ്ട എങ്കിൽ പോലും മണി ബില്ലൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ആരുടെ അത് വേണം, സമ്മതം വേണം. അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ സമ്മതം വേണം. മനസ്സിലായോ, മണി ബില്ലിനകത്ത് സൈൻ ചെയ്യുന്നത് മീൻസ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം വേണം, പ്രസിഡന്റിന്റെ അനുവാദം വേണം. ഇനി നിയമനിർമ്മാണം എന്ന് പറഞ്ഞിരിക്കുന്ന കേസും പിന്നെ നെക്സ്റ്റ് എക്സിക്യൂട്ടീവുമാണ് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പഠിപ്പിച്ചോട്ടെ, വേണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി ബ്രേക്ക് എടുക്കൂ. നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് അധികാരത്തിൽ ഫസ്റ്റ് 1 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം പ്രസിഡന്റിന്റെ അധികാരം. മന്ത്രിമാരെ മാത്രമാണോ നിയോഗിക്കുന്നത്, ആരെ നിയോഗിക്കുന്നുണ്ട്, പ്രൈം മിനിസ്റ്ററെ നിയോഗിക്കുന്നുണ്ട് അല്ലെ, പ്രൈം മിനിസ്റ്ററെയും മന്ത്രിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മളുടെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ടല്ലോ, കേന്ദ്ര യൂണിയൻ ടെറിട്ടറീസിനകത്തുള്ള അഡ്മിനിസ്ട്രേറ്ററെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, യൂണിയൻ ടെറിട്ടറിയിലുള്ള അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ട്, പ്രസിഡന്റ് ആണ് യൂണിയൻ ടെറിട്ടറിയിലുള്ള അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി കൂടാതെ ഏതൊക്കെ നല്ല പോസ്റ്റുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അറ്റോർണി ജനറൽ. അപ്പൊ അറ്റോർണി ജനറൽ നമുക്ക് ആർട്ടിക്കിൾ അറിയാം, പറഞ്ഞേ, അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 70, അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76. അപ്പൊ അതായത് ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ, ശരിയാണോ? ഒന്നാമത്തെ നിയമ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്, ബ്രേക്ക് ആണോ? നിങ്ങളുടെ കമന്റ് ലേറ്റ് ആയിട്ടാണ് വരുന്നത്, എന്താണ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ഇപ്പൊ അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാലറി ഡിസൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്, പ്രസിഡന്റ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാലറി ഡിസൈഡ് ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രൈം മിനിസ്റ്ററെയും മന്ത്രിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നു, യൂണിയൻ ടെറിട്ടറിയിലുള്ള അഡ്മിനിസ്റ്റർമാരെ അപ്പോയിന്റ് ചെയ്യുന്നു, അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും അവരുടെ സാലറി ഡിസൈഡ് ചെയ്യുന്നതും ആര് ആണ്, നമ്മുടെ പ്രസിഡന്റ് ആണ്. ഏത് അധികാരം ഉപയോഗിച്ച, എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചിട്ട്. ഏത് അധികാരം ഉപയോഗിച്ചിട്ട്,
എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഏതൊക്കെ ചെയ്യുന്നുണ്ട്? CAG അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? UPSCയുടെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആരെയാണ്? UPSCയുടെ ചെയർമാനെ, UPSCയുടെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഏതുണ്ട്? SC/STയുടെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആരെയാണ്? SC/ST ചെയർ അല്ലേ? ദെൻ അദ്ദേഹത്തിന് ഏത് പ്രദേശത്തെ വേണമെങ്കിലും ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള കഴിവും എക്സിക്യൂട്ടീവ് പവറിലാണ് വരുന്നത്. ഏതിനകത്താ വരുന്നത്? എക്സിക്യൂട്ടീവ് പവറിലാണ്. ഏതു പ്രദേശത്തെയും എന്താക്കി മാറ്റാൻ പറ്റുന്നു? ഷെഡ്യൂൾഡ് ഏരിയ ആക്കി മാറ്റാൻ ആർക്ക് സാധിക്കുന്നു? പ്രസിഡന്റിന്. ഏത് അധികാരം ഉപയോഗിച്ച്? എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ച്. അപ്പം പ്രൈം മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നു, മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നു, യൂണിയൻ ടെറിട്ടറിയിലേക്കുള്ള അഡ്മിനിസ്ട്രേറ്റർമാരെ അപ്പോയിന്റ് ചെയ്യുന്നു, അറ്റോർണി ജനറലിന്റെ സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദെൻ CAGയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഇലക്ഷൻ കമ്മീഷന്. ദെൻ ഫിനാൻസ് കമ്മീഷനും ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. പിന്നെ എല്ലാ സ്റ്റേറ്റിലേക്കുമുള്ള ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് അതും അദ്ദേഹം തന്നെയാണ്. കിട്ടുന്നില്ലേ? ഫിനാൻസ് കമ്മീഷന്റെ പറഞ്ഞു, ഗവർണറുടെ പറഞ്ഞു. ഇനി ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയോഗിക്കുന്നതും ആര് തന്നെയാണ്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയോഗിക്കുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഏത് അധികാരത്തിൽ വരുന്നുണ്ട്? എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്. ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു നോക്കിക്കേ. കേന്ദ്ര ഭരണത്തിലെ അഡ്മിനിസ്ട്രേറ്റീവിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഏത് പ്രദേശത്തെ വേണമെങ്കിലും ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അറ്റോർണി ജനറൽ, CAG, ഇലക്ഷൻ കമ്മീഷണർ, UPSCയുടെ ചെയർമാൻ, SC/STയുടെ ചെയർമാൻ, ഗവർണർ, ഫിനാൻസ് കമ്മീഷണർ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ ഇദ്ദേഹത്തിന്റെ നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ എക്സിക്യൂട്ടീവ് അത്യാവശ്യം അറിയാം, ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? നിർമ്മാണം. ഇൻഫോർമേഷൻ കമ്മീഷൻ ബ്ലാക്ക് എടുക്കട്ടെ. നിയമനിർമ്മാണം അനുസരിച്ചിട്ടാണ് നമ്മുടെ മുമ്പത്തെ ചോദ്യത്തിനകത്ത് വന്ന ചോദ്യം എന്താണ് ഞാൻ പറഞ്ഞത്? പാർലമെന്റ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം പ്രസിഡന്റിന്റെ ഏത് അധികാരത്തിൽ വരുന്നു? നിയമനിർമ്മാണം എന്ന് പറയുന്ന അധികാരത്തിൽ വരുന്നതാണ്. എന്താണ്? പാർലമെന്റ് വിളിച്ചു കൂട്ടുക. ഇനി നമ്മൾ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത കൽപ്പിക്കുന്ന സംഭവം ഉണ്ടല്ലോ. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത കൽപ്പിക്കുന്നത് ആരാ? നോർമലി സ്പീക്കറാണ്. ആരാണ്? സ്പീക്കറാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത ഏത് ആർട്ടിക്കിളിൽ പറയുന്നു? 102ാമത്തെ ആർട്ടിക്കിളിലാണ് പറയുന്നത്. ഇനി ഇവിടെ വേറൊരു കാര്യമുണ്ട്. 103ാമത്തെ ആർട്ടിക്കിൾ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത തീരുമാനിക്കാനുള്ള അന്തിമ അവകാശം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 103. ഒന്നുകൂടെ പറയാം. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത നിർണയിക്കുന്നത് ആരാ? സ്പീക്കർ ആണ്. അത് ആർട്ടിക്കിൾ 102 പ്രകാരം. ക്ലിയർ? പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത കൽപ്പിക്കുന്നു 102 ആർട്ടിക്കിൾ വന്നിട്ടുള്ളതാണ്. നമ്മുടെ കൂറുമാറ്റ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട കൂറുമാറ്റ നിരോധനം ഏത് അമെന്റ്മെന്റ് ആണ്? 52ാമത്തെ അമെന്റ്മെന്റ് ആണ്.
അല്ലെ? 1985 രാജീവ് ഗാന്ധിയുടെ ടൈമിലാണ് അത് പാസ്സാക്കിയിട്ടുള്ളത്. ഒരു പാർലമെന്റ് അംഗത്തിനെ അയോഗ്യതയാക്കാൻ വേണ്ടിയിട്ട് എന്ത് സ്പീക്കർക്ക് അധികാരം 102 പറഞ്ഞിരിക്കുന്നു. ഇനി ഇത് പൂർണ്ണമായിട്ടും അന്തിമമായിട്ടുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതാണ് 103 പറയുന്നത്. ഇത് മനസ്സിലായോ? ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റ് കൂടെ അങ്ങ് പറഞ്ഞു തരാം. അതായത് പ്രസിഡന്റുമായിട്ട് ബന്ധമുള്ളതല്ല, ഇപ്പൊ ഇത് നമ്മുടെ പാർലമെന്റ് അംഗമാണല്ലോ. ഇനി ഒരു നിയമസഭാ അംഗത്തിന്റെ നിയമസഭാ അംഗത്തിന്റെ അയോഗ്യത ഏത് ആർട്ടിക്കിളിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ ഏത് പറയണം? പിവൈക്കുമാണ് 191. എന്താ പ്രസിഡന്റുമായിട്ട് ബന്ധമില്ല, ഇതിന്റെ കൂടെ അങ്ങ് അയോഗ്യത പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത 102, നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത 191. ഇനി പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയില് ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള അധികാരം, അന്തിമ ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ. 103. ഇത് 3 ആർട്ടിക്കിളും മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നമുക്ക് പുതുതായിട്ട് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്തു കഴിഞ്ഞാൽ ആരുടെ അനുവാദം വേണം? പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു. അത് പ്രസിഡന്റിന്റെ ഏത് അധികാരത്തിലാണ് വരുന്നത്? നിയമനിർമ്മാണം എന്ന് പറയുന്ന അധികാരത്തിലാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്. എന്താ? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കൽ ആരുടെ അധികാരമാണ്? പണം പിൻവലിക്കൽ പ്രസിഡന്റിന്റെ ജോലിയാണ്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നത് ആരുടെ ജോലിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ജോലിയാണ്? ജോലി എന്നല്ല, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? പ്രസിഡന്റിന്റെ പെർമിഷൻ വേണം. മനസ്സിലായോ? ഇപ്പൊ ന്യൂ സ്റ്റേറ്റ് ഫോം ചെയ്യണമെങ്കിലോ സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണയം ചെയ്യണമെങ്കിലോ, എന്താണ്? സ്റ്റേറ്റുകളുടെ അതിർത്തി പുനർനിർണയം ചെയ്യണമെങ്കിലും ആരുടെ അധികാരം വരണം? പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമാണ്. ഇനി കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കൽ. അപ്പൊ പറയൂ, എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്? അറിയാമോ? കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾക്ക് പറയുന്ന, അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ, അല്ല നോട്ട് ചെയ്ത്, അല്ല കേട്ടോളൂ. ഗവൺമെന്റിന്റെ ഖജനാവ് തന്നെയാണ് ഏത്? കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞത്. എന്താണ്? ഗവൺമെന്റിന്റെ ഖജനാവ് തന്നെയാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. അതായത് നമ്മളിലേക്ക്, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വരുന്ന എല്ലാ വരുമാനങ്ങളും, എന്താണ്? ഇന്ത്യയിലേക്ക് വരുന്ന ഓൾ ഇൻകംസും, അതുപോലെ തന്നെ ട്രഷറി ആയിക്കോട്ടെ, ലോൺ ആയിക്കോട്ടെ, അഡ്വാൻസ് ആയിക്കോട്ടെ, അവയുടെ വായ്പ, ഇതൊക്കെയാണ് ലോണ്, അഡ്വാൻസ്, ട്രഷറി ബില്ല് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം വായ്പയും വായ്പാ തിരിച്ചടവ് വഴി പൈസ കിട്ടത്തില്ലേ? ഇതുകളും എല്ലാം കൂടെ ചേർന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഖജനാവാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. അതുകൊണ്ടാണ് പണം പിൻവലിക്കാൻ ആരുടെ അനുവാദം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യക്കകത്ത് ഏത് തരത്തിലുള്ള വരുമാനം വന്നാലും, കൂടാതെ ലോണ്, അഡ്വാൻസ് പേയ്മെന്റ്, ട്രഷറി ബില്ല്, അവയിൽ നിന്നുള്ള വായ്പാ തിരിച്ചടവ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട്. അതിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? പ്രസിഡന്റിന്റെ അനുവാദം വേണം. മുൻകൂർ അനുമതി ആവശ്യമുണ്ട്. ഈ 3ാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയുന്ന പോയിന്റ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അതായത് ലോക്സഭയിലെയോ
രാജ്യസഭയിലെയോ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ തൽസ്ഥാനത്തില്ലാതിരിക്കുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ ലോക്സഭയിൽ നിന്നോ, അതായത് ലോക്സഭയുടെ കേസാണെങ്കിൽ ലോക്സഭയിൽ നിന്നും, രാജ്യസഭയാണെങ്കിൽ രാജ്യസഭയിൽ നിന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളെ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്ക് നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. മനസ്സിലായോ? ലോക്സഭയിലോ രാജ്യസഭയിലോ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറുടെയോ ആ ഒഴിവുണ്ട് എങ്കിൽ, അവർ ആബ്സെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഒഴിവാണ് എങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, അതായത് ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ അംഗത്തെയും രാജ്യസഭയാണെങ്കിൽ രാജ്യസഭാ അംഗത്തെയും റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം, അതായത് സ്പീക്കറായിട്ട് നിയോഗിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ സ്പീക്കറിന്റെയോ ഡെപ്യൂട്ടി സ്പീക്കറിന്റെയോ ഒഴിവുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ അംഗത്തെയോ രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ അംഗത്തെയോ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇനി നമ്മൾ മുമ്പേ പറഞ്ഞു, സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നു ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി നമ്മൾക്ക് എത്ര അംഗങ്ങളെ ഇദ്ദേഹത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എത്ര പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ടീവ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും 12 പേരെ, വിവിധ ഇതുമായി കലാ സാംസ്കാരികവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതെല്ലാം നിയമനിർമ്മാണത്തിനകത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു. പാർലമെന്റുമായി ബന്ധപ്പെട്ട സമ്മേളനം വിളിച്ചുകൂട്ടാം, പിരിച്ചുവിടാം, ആവശ്യമില്ലെങ്കിൽ നേരത്തെ തന്നെ പിരിച്ചുവിടാം. ഇതൊക്കെയുള്ള കാര്യങ്ങൾ ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അപ്പൊ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടാൻ സാധിക്കും, പിരിച്ചുവിടാൻ സാധിക്കും, വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അത് മനസ്സിലായോ? ഇനി എലക്ഷന് ശേഷമുള്ള ഫസ്റ്റ് സമ്മേളനത്തില് ആരായിരിക്കും കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നത്? എലക്ഷന് ശേഷമുള്ള ഫസ്റ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ വർഷത്തെയും ആദ്യ സെഷനകത്തും അദ്ദേഹമായിരിക്കും എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ചെയർ ആയിട്ട് വരുന്നത്. എലക്ഷന് ശേഷമുള്ള ആദ്യ സമ്മേളനം പ്ലസ് ആ വർഷത്തെ ആ വർഷത്തെ ഫസ്റ്റ് സെഷൻ. നിയമനിർമ്മാണത്തിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിലും അല്ലെങ്കിൽ ഒരു വർഷത്തെ ആദ്യ സമ്മേളനത്തിലും അദ്ദേഹം തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ CAG ഒക്കെ റിപ്പോർട്ട് സമർപ്പിക്കത്തില്ലേ? UPSC, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ. ഈ റിപ്പോർട്ടുകളെല്ലാം പാർലമെന്റില് കൊടുക്കുന്നത് ആരൊക്കെ? പ്രസിഡന്റ്. CAG കൊടുക്കുന്നാലും UPSC കൊടുക്കുന്നാലും ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ടുകളായാലും എല്ലാം പാർലമെന്റിൽ കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. അത് ഏത് അധികാരത്തിൽ വരുന്നു? നിയമനിർമ്മാണ അധികാരത്തിൽ വരുന്നുണ്ട്. അത് മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. അതായത് പാർലമെന്റ് അംഗത്തിന്റെ അയോഗ്യത ആർട്ടിക്കിൾ 102 പറയുന്നു. പക്ഷെ പാർലമെന്റ് അംഗത്തെ അയോഗ്യനാക്കാനുള്ള ലാസ്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 103 എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക.
ഇനി നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കുമ്പോൾ ഏത് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്? 191 വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അവിടെ വരെയുള്ള പോയിന്റ് ഓക്കെ ആണോ? ഇനി ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്താലും സ്റ്റേറ്റുകളുടെ അതിർത്തി പുനർനിർണയം ചെയ്താലും ആരുടെ അധികാര പരിധിയിൽ വരണം? പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുതിയ സ്റ്റേറ്റുകൾ ഫോം ചെയ്താലും സ്റ്റേറ്റിന്റെ അതിർത്തി പുനർനിർണയം ചെയ്താലും. ഇനി കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുവാണ് എങ്കിൽ, എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കൽ ആരുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്? പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യം. എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഖജനാവ് തന്നെയാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞത്. അതിനകത്ത് നമ്മുടെ രാജ്യത്ത് വരുന്ന എല്ലാ വരുമാനങ്ങളും, ലോണ്, അഡ്വാൻസ്, ട്രഷറി ബില്ലുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള വായ്പ ആയിക്കോട്ടെ, വായ്പാ തിരിച്ചടവിൽ നിന്ന് കിട്ടുന്ന പൈസ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സഞ്ചിത നിധിയാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ഇനി ലോക്സഭയിലോ രാജ്യസഭയിലോ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഇല്ലാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതിന് ഇഷ്ടമുള്ള, ലോക്സഭയിലാണെങ്കിൽ ലോക്സഭ അംഗത്തെയോ രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭ അംഗത്തെയോ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ഇനി അതുകൂടാതെ CAG-യും UPSC-യും ഫിനാൻസ് കമ്മീഷനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നത്? പാർലമെന്റിന് നേരിട്ട് കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതായത് ഇവരെല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്. പാർലമെന്റിന് കൊടുക്കുന്ന ജോലി പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അത് നിയമനിർമ്മാണത്തിലാണ് വരുന്നത്. ഇലക്ഷന് ശേഷമുള്ള ആദ്യ സമ്മേളനവും ഒരു വർഷത്തെ ആദ്യ സെഷനകത്തും വിളിച്ചു കൂട്ടുന്നത് എല്ലാം ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതും എല്ലാം ഇദ്ദേഹം തന്നെ. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇത് ഇത്ര മനസ്സിലായോ? ഇനി ഒരു പോയിന്റ് കൂടെ ഞാൻ അങ്ങ് പറഞ്ഞോട്ടെ. സാമ്പത്തികം കൂടെ കുറച്ച്, ബാക്കിയുള്ളതെല്ലാം മണി ബില്ലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ സാമ്പത്തികം റിലേറ്റ് ചെയ്ത് ഗ്രാന്റ് നമ്മളുണ്ടല്ലോ, ഗ്രാന്റിന്റെ റെക്കമെൻഡേഷൻ ആരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഗ്രാന്റ് റെക്കമെൻഡ്, നമ്മൾ ഗ്രാന്റ് ഒക്കെ നമ്മൾ ഇന്നാളി പഠിച്ചിട്ടില്ലേ? പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഗ്രാന്റ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അത് ഏത് അധികാരത്തിൽ വരുന്നു? പ്രസിഡന്റിന്റെ സാമ്പത്തിക അധികാരത്തിലാണ്. സ്റ്റേറ്റുകൾക്കൊക്കെ ഉള്ള ഗ്രാന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ആര് റെക്കമെൻഡേഷൻ വേണം? പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വേണം. ഇനി ധനകാര്യ കമ്മീഷനെ, ഫിനാൻസ് കമ്മീഷനെ എത്ര വർഷം കൂടുമ്പോൾ ഇവര് പുനർനിർണയിക്കുന്നുണ്ട്? 5 വർഷം കൂടുമ്പോൾ പുനർനിർണയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, പൈസകളൊക്കെ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ 5 വർഷം കൂടുമ്പോൾ ഫിനാൻസ് കമ്മീഷനെ പുനർനിർണയിക്കാനുള്ള അധികാരം ആരുടെ പരിധിയിൽ വരുന്നതാണ്? സാമ്പത്തിക അധികാര പരിധിയിൽ വരുന്നതാണ്. ആരുടേത്? പ്രസിഡന്റിന്റെ. ഒന്നുകൂടെ പറയാം, പ്രസിഡന്റിന്റെ സാമ്പത്തിക പരിധിയിൽ വരുന്നതാണ് ഫിനാൻസ് കമ്മീഷന്റെ പുനർനിർണയം എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? ഗ്രാന്റുകൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ആര് വേണം? പ്രസിഡന്റ് വേണം. അതിനകത്തും അത് കൊടുക്കണം. ഇനി മണി ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ആരുടെ മുൻകൂർ ശുപാർശ വേണം? അനുമതി വേണം? പ്രസിഡന്റിന്റെ വേണം. ഇനി ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാ? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരുടെ നാമധേയത്തിലാണ്? പ്രസിഡന്റിന്റെ പേരിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേട്ടോ. പേരിൽ, പ്രസിഡന്റിന്റെ നാമധേയത്തിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യമുള്ള വാർഷിക പ്രസ്താവനകൾ ഉണ്ടല്ലോ, എക്കണോമിക് റിവ്യൂസ്, അത് പബ്ലിഷ് ചെയ്യണമെങ്കിലും ആരുടെ അനുവാദം വേണം? പ്രസിഡന്റിന്റെ അനുവാദം വേണം. എക്കണോമിക് റിവ്യൂസ് പബ്ലിഷ് ചെയ്യണമെങ്കിലും പ്രസിഡന്റിന്റെ അനുവാദം വേണം. ക്ലിയർ? ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട, അല്ല അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണവും സാമ്പത്തികവും പഠിച്ചു വെക്കുക. മറ്റേതൊക്കെ നിങ്ങൾക്ക് കറക്കി കുത്തി എഴുതാവുന്നതേ ഉള്ളൂ. ജുഡീഷ്യലും മിലിറ്ററിയും എമർജൻസിയും നയതന്ത്രവും ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. മനസ്സിലായോ? എക്സിക്യൂട്ടീവ് വരുമ്പം അതാണോ എല്ലാത്തിനെയും അപ്പോയിന്റ് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവിനകത്ത് വരുന്നത്. നിയമനിർമ്മാണത്തിനകത്ത് വരുന്നത് ഈ അതിർത്തി പുനർനിർണയം, അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? അപ്പോയിന്റ്മെന്റ് ജുഡീഷ്യറിക്കകത്ത് വരുന്നതാണെന്ന് തോന്നുന്നു. ഞാനത് നോക്കിയിട്ട് പറയാം. ഞാൻ കണ്ടായിരുന്നു, ഞാനത് മനസ്സ് കൊടുത്തില്ല. ഓക്കെ. അപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെ? അപ്പോയിന്റ്മെന്റ്സ് വരുന്നുണ്ട്,
നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, ഇനിയും അടുത്തൊരു ചോദ്യം നോക്കിക്കേ. പോകുന്നവർക്ക് പോകാം കേട്ടോ, ഞാനിത് എന്തായാലും ഇന്നെടുത്തിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ആണ് ഇത് ഇന്ത്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ ചോദ്യം. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. ആർട്ടിക്കിൾ 350 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. ആർട്ടിക്കിൾ 360 സ്വാതന്ത്ര്യത്തിന് ശേഷം 3 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് എന്ത് ഡിലീറ്റ് ചെയ്യാം? ഓപ്ഷൻ 4 ഡിലീറ്റ് ചെയ്യാം അല്ലെ? ആൻസർ നിങ്ങൾക്ക് ഏത് കിട്ടി? ബി കിട്ടി. വെരി ഗുഡ്, ബി ആണ് ആൻസർ. എന്താണ് വന്നിരിക്കുന്നത്? അപ്പൊ 358 അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് 19 ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ അറിയത്തുള്ളൂ അല്ലെ? അപ്പൊ ഇതിനെ പറ്റിയിട്ട് അറിയാത്തവരുണ്ടോ? ഉണ്ടോ? അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ക്വസ്റ്റിനകത്ത് എന്താണ്? നമുക്ക് എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ ചോദ്യത്തിൽ തന്നെ അങ്ങ് തുടങ്ങാം. ശ്രദ്ധിക്കണേ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതായത് നമുക്ക് എന്തുകൊണ്ടാണ് ഓപ്ഷൻ 2 ഡിലീറ്റ് ചെയ്തത് എന്നിട്ടുള്ളത് മനസ്സിലായോ? 350 കൂടിയിട്ട് ഏത് ആർട്ടിക്കിൾ ആണ് ഓട്ടോമാറ്റിക്കലി ഒന്നും റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏതാണ്? 2021 റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 359. 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യം മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. ആൻഡ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് 21 എന്ന് പറയുന്നത്. അപ്പൊ ആ 20ഉം 21ഉം പറ്റത്തില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റദ്ദാവത്തില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് 359 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 358 എന്ന് പറയുന്ന സംഭവം എന്താണ്? ആർട്ടിക്കിൾ 19 താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോ? ശരിയാണ്. ഒന്നാമത്തെ പോയിന്റ് ആണല്ലോ. ഇനി നമ്മൾ ഇച്ചിരി ഡീപ്പ് ലെവലിലേക്കാണ് പഠിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മൈൻഡ് ഒന്ന് കൂളാക്കി കൊണ്ടുവരണം, എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളല്ല നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ടാർഗറ്റ് വളരെ വലുതാണ്. സോ നമ്മൾ അത്രയും ലെവലിലേക്ക് ഇറങ്ങി പഠിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. സോ പരീക്ഷയിലേക്ക് നമ്മൾ നല്ല മാർക്ക് വാങ്ങിക്കുന്നത്, നമ്മൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോരുന്നതും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഇതെല്ലാം ഒന്ന് മാറിക്കോളും കേട്ടോ. അപ്പൊ നോക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കേസിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? മിനർവ മിൽസ്. എന്താ? മിനർവ മിൽസ്. കേസിന്റെ വർഷം പറയാമോ? 1980 പ്രകാരം ആണ് അടിയന്തരാവസ്ഥ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം? സാധുത, അതായത് കോടതിയിൽ, അതായത് അത് വേണമെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിന് സാധ്യമാക്കാം എന്ന് പറയുന്നത് ഏത് കേസിലാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്? 1980 മിനർവ മിൽസിന്റെ കേസിലാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കേസ് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇനി ഏത് ഉത്തരം വരണം? മിനർവ മിൽസ്. വർഷം ഒന്ന് പറഞ്ഞേ. 1980. കിട്ടിയോ അത്? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഏത് പാർട്ടാണെന്നൊന്ന് പറഞ്ഞേ. എമർജൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് പാർട്ടാണ്? വെരി ഗുഡ്, 18ാമത്തെ പാർട്ടാണ്. ഏത് മുതൽ ഏത് വരെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ പറയുന്നതാണ് അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട്. ഇനി പറഞ്ഞേ, എമർജൻസി എന്ന ഐഡിയ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്?
അല്ല. എമർജൻസി എന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എമർജൻസി വന്നിരിക്കുന്നത്. ഇനിയും ഈ എമർജൻസി ടൈമില് നിങ്ങൾ പറഞ്ഞ ആൻസർ വരുന്നുണ്ട്. എമർജൻസി എന്ന് പറയുന്ന സംഭവത്തില് ഫണ്ടമെന്റൽ റൈറ്റ് റദ്ദാക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ജർമ്മനിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ കടമെടുത്തിരിക്കുന്നതിന്റെ ഡിഫറൻസ് മനസ്സിലായോ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഏത് വന്നിരിക്കുന്നു? എമർജൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നു. ഇനി ജർമ്മനിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എമർജൻസി ടൈമില് ഫണ്ടമെന്റൽ റൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ റദ്ദ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ക്ലിയർ? ഇവിടെ നമ്മളുടെ ചോദ്യം 358 പ്രകാരം ഓട്ടോമാറ്റിക്കലി റദ്ദാവപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? 19. 359 പ്രകാരം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. 359 പ്രകാരം റദ്ദാക്കപ്പെടാൻ പറ്റത്തില്ല ഫണ്ടമെന്റൽ റൈറ്റിലെ ഏതൊക്കെ ആർട്ടിക്കിൾ? 20ഉം 21ഉം. അത് രണ്ടും അറിയാലോ. ഇനി അവിടെ വേറൊരു പോയിന്റ് കൂടെ വരുന്നുണ്ട്. ഇറ്റ്സ് എ റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. അതായത് ആർട്ടിക്കിൾ 359 പ്രസിഡന്റിന് ഒരു അധികാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ മൗലിക അവകാശം റദ്ദ് ചെയ്യാൻ, അതായത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതായത് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും ഒക്കെ നമ്മൾ സമീപിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റിട്ടുകൾ പുറപ്പെടുവിക്കാം. 32, 226 പ്രകാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും. അതൊക്കെ നിങ്ങൾക്കറിയാം. അത് പറ്റത്തില്ല. അതായത് എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ, എന്താണ് എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ മൗലിക അവകാശം റദ്ദ് ചെയ്യാൻ, എന്താണ് എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് റദ്ദ് ചെയ്യാൻ കോഡ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശം റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പാടില്ല. അതായത് അങ്ങനെ ഒരു അധികാരം ഓട്ടോമാറ്റിക്കലി അവിടെ ബാൻ ആവും. മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ഒന്നുകൂടെ പറയാം. എമർജൻസി ടൈമില് നമ്മൾ ഇവിടെ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ് 19 ഓട്ടോമാറ്റിക്കലി റദ്ദാവും. ഇനി ആർട്ടിക്കിൾ 350 പറഞ്ഞിട്ടുണ്ട് 20ഉം 21ഉം റദ്ദാവത്തില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇനി ഇതിനകത്ത് രാഷ്ട്രപതിക്ക് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ 20ഉം 21ഉം ഓട്ടോമാറ്റിക്കലി റദ്ദാവത്തില്ല. അതായത് എമർജൻസി ടൈമില് ഫണ്ടമെന്റൽ റൈറ്റ് റദ്ദ് ചെയ്യാൻ നമ്മൾക്ക് കോടതിയെ സമീപിക്കാൻ പാടില്ല. മനസ്സിലായോ? അതായത് എമർജൻസി ടൈമില് ഫണ്ടമെന്റൽ റൈറ്റ് റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് രാഷ്ട്രപതി ആയിരിക്കുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 19 ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കോടതിയെ സമീപിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാമേ. എമർജൻസി ടൈമില് ഫണ്ടമെന്റൽ റൈറ്റ് റദ്ദ് ചെയ്യാൻ കോടതിയെ സമീപിക്കാൻ പാടില്ല. 359. രാഷ്ട്രപതിക്ക് ഇത് ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. എമർജൻസി ടൈമില് മൗലിക അവകാശങ്ങള് റദ്ദ് ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക്, അതായത് മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനായി കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം റദ്ദ് ചെയ്യുവാൻ ആർക്ക് അധികാരം ഉണ്ട്? രാഷ്ട്രപതിക്ക് അധികാരം ഉണ്ട്. ഒന്നുകൂടെ പറയാം. എമർജൻസി ടൈമില് മൗലിക അവകാശങ്ങൾ
റദ്ദ് ചെയ്തത് നേടിയെടുക്കാൻ, അതായത് കോടതിയെ സമീപിക്കാൻ പാടില്ല. അപ്പൊ ഈ അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. എങ്ങനെ ചോദിച്ചാലും ആൻസർ എന്ത് വേണം? 359 പോവണം. പറഞ്ഞത് മനസ്സിലായോ? അതായത് മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി 358 പ്രകാരം കട്ടാവും. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പോവാൻ പാടില്ല? കോടതിയെ സമീപിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിനകത്തുള്ള പൂർണ്ണ അധികാരം, റദ്ദ് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം ആരിൽ നിക്ഷിപ്തമാണെന്ന് 359 പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രസിഡന്റിന് അധികാരം ഉണ്ട് എന്ന്. കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം റദ്ദ് ചെയ്യുവാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഞാൻ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും. എമർജൻസി ടൈമില് ഫണ്ടമെന്റൽ റൈറ്റ് റദ്ദ് മനസ്സിലായോ? അതായത് ആർട്ടിക്കിൾ 359 പറഞ്ഞിട്ടുണ്ട്, എമർജൻസി ടൈമില് ഫണ്ടമെന്റൽ റൈറ്റ് സ്ഥാപിച്ചെടുക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശം റദ്ദ് ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. കേൾക്കുന്നുണ്ടോ? അതാണ് 359. ഈ 359 നമുക്ക് രണ്ട് ചോദ്യങ്ങൾ വരാം. എന്തൊക്കെയാണ്? 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ ഏത് പ്രകാരം? 359. ഇനി ഇത് പിന്നെ ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം റദ്ദ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതും ആർട്ടിക്കിൾ ഏതു തന്നെയാണ്? 359 തന്നെയാണ്. അത്രയും മനസ്സിലായോ? ഇനി നമുക്ക് എമർജൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അടിയന്തരാവസ്ഥ ചില ആൾക്കാർക്ക് വിയോജിപ്പൊക്കെ ഉണ്ടാവത്തില്ലേ? വിയോജിപ്പ്. അതിപ്പോ അടിയന്തരാവസ്ഥയിൽ ഒരു വിയോജിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ എത്ര ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയെങ്കിൽ മാത്രമേ അത് പാസ്സാവത്തുള്ളൂ? ലോക്സഭയില് കേവല ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയാൽ മതി. എന്താണ്? ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിൽ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ശരിയാവും? ഈ വിയോജിപ്പ് എന്നുള്ള സംഭവം, അതായത് അടിയന്തരാവസ്ഥ ചില ആൾക്കാർക്ക് വിയോജിപ്പാണ് എന്നിരുന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ ഒരു പ്രമേയം പാസ്സാക്കാൻ പറ്റും. ഇനി അടിയന്തരാവസ്ഥ തുടരുകയാണെന്ന് വിചാരിച്ചോ, അടിയന്തരാവസ്ഥ തുടരുകയാണ്. ആ തുടരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് സഭകളും, അതായത് ഇരു സഭകൾക്കും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയെങ്കിൽ മാത്രമേ അത് പാസ്സാവത്തുള്ളൂ. ഡിഫറൻസ് മനസ്സിലായോ? ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അടിയന്തരാവസ്ഥ ടൈമില് വിയോജിപ്പാണ്, അതായത് അടിയന്തരാവസ്ഥ വേണ്ട, ഞങ്ങൾക്ക് നിർത്തണം എങ്കിൽ എന്ത് മതി? ലോക്സഭ പാസ്സാക്കുവാണ്, കേവല ഭൂരിപക്ഷം മതി, ലളിത ഭൂരിപക്ഷം മതി. ഉണ്ടെങ്കിൽ എന്താണ്? വിയോജിപ്പിനകത്താണെങ്കിൽ പ്രമേയം പാസ്സാക്കാം. ഇനി അടിയന്തരാവസ്ഥ തുടരാനാണ് താല്പര്യം, അപ്പൊ എന്ത്? ലോക്സഭയിലും ഇതിനകത്ത് പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയെങ്കിൽ മാത്രമേ ആ പ്രമേയം പാസ്സാവത്തുള്ളൂ. മനസ്സിലായോ? കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ 358 എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി.
359 എന്താണെന്ന് മനസ്സിലാക്കി. 359 പ്രസിഡന്റിന്റെ ഒരു എക്സ്ട്രാ പിന്നെ അധികാരം നമ്മൾ പഠിച്ചു. ഇനി അടിയന്തരാവസ്ഥയ്ക്കകത്ത് വിയോജിപ്പ് ഉണ്ടാകുവാണെങ്കിൽ എന്ത് സംഭവിക്കും, എത്ര ഭൂരിപക്ഷം വേണം, ഇനി അടിയന്തരാവസ്ഥ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും നമ്മൾ പഠിച്ചു അല്ലെ. ഇപ്പൊ ഏതൊക്കെ രീതിയിലാണ് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത് നമുക്ക് അറിയാം. ഏതാ? യുദ്ധം മൂലമോ, എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമോ, ആംഡ് റിബല്യൻ മൂലമോ ആണ് നമ്മൾക്ക് എന്തുണ്ടാവുന്നത്, അടിയന്തരാവസ്ഥ ഉണ്ടാവുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ മൂലം ആണ്? യുദ്ധം മൂലമോ വിദേശ കടന്നുകയറ്റം മൂലമോ നമുക്ക് എന്തുണ്ടാകാവുന്നതാണ്, എമർജൻസി ഉണ്ടാവുന്നതാണ്. ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയും. എന്തുവാ? എക്സ്റ്റേണൽ എമർജൻസി. യുദ്ധം മൂലമോ വിദേശ കടന്നുകയറ്റം മൂലമോ. അല്ല എങ്കിൽ ഇന്റേണൽ ആയിട്ടും ഒരു എമർജൻസി നമുക്ക് വരാം, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമെങ്കിൽ. ഇതിനെയാണ് നമ്മൾ ആംഡ് റിബല്യൻ, അതായത് സായുധ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, യുദ്ധമോ വിദേശ കടന്നുകയറ്റം മൂലമാണ് നമ്മൾക്ക് ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായെങ്കിൽ എക്സ്റ്റേണൽ എമർജൻസി എന്നും, ഇന്റേണൽ എമർജൻസി ആണെങ്കിൽ ആംഡ് റിബല്യൻ എന്നും നമ്മൾ പഠിച്ചു നോക്കണം. റീസൺ മനസ്സിലായോ? അതായത് ഇത് രണ്ടും നാഷണൽ എമർജൻസി തന്നെയാണ്. അതായത് ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും നാഷണൽ എമർജൻസി തന്നെയാണ്. യുദ്ധം, വിദേശ കടന്നുകയറ്റം, ആംഡ് റിബല്യൻ എന്നീ 3 കാര്യങ്ങൾ മൂലമാണ് നമുക്ക് നാഷണൽ എമർജൻസി ഉണ്ടാവുന്നത്. യുദ്ധവും വിദേശ കടന്നുകയറ്റവും ആണെങ്കിൽ എക്സ്റ്റേണൽ ആണ്, ആംഡ് റിബല്യൻ ആണെങ്കിൽ ഇന്റേണൽ എമർജൻസി ആണ്, ഇന്റേണൽ ആയിട്ടുണ്ടാകുന്ന ഒരു എമർജൻസിയാണ്. ക്ലിയർ? ഇനി നമുക്ക് സായുധ കലാപം മൂലമാണ് അല്ലെങ്കിൽ ആംഡ് റിബല്യൻ മൂലമാണ് എമർജൻസി ഉണ്ടായതെങ്കിൽ ഈ ആർട്ടിക്കിൾ ഒന്നും എന്ത് ചെയ്യത്തില്ല, റദ്ദാവത്തില്ല എന്ന പോയിന്റൂടെ നമ്മൾ ഓർത്തു വെച്ചേക്കണം. എന്തുവാ? നമ്മൾക്ക് യുദ്ധം, നമ്മളുടെ എമർജൻസി ഉണ്ടായത് ആംഡ് റിബല്യൻ മൂലമാണ്, അതായത് ഇന്റേണൽ ആയിട്ട് ഒരു പ്രശ്നം മൂലമാണ് നമ്മൾക്ക് ഒരു എമർജൻസി ഉണ്ടായതെങ്കിൽ ആർട്ടിക്കിൾ എന്ത് റദ്ദാവത്തില്ല, ഈ 6 സ്വാതന്ത്ര്യങ്ങൾ റദ്ദാക്കാൻ പാടില്ല. പക്ഷെ യുദ്ധമോ വിദേശ കടന്നുകയറ്റമോ മൂലമാണ് നമ്മൾക്ക് ഒരു എമർജൻസി ഉണ്ടായതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാൻ ആവും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. യുദ്ധമോ വിദേശ കടന്നുകയറ്റമോ ആണെങ്കിൽ എന്ത് വരും? 358 പ്രകാരം 19 ഓട്ടോമാറ്റിക്കലി റദ്ദാവും. മനസ്സിലായോ? റദ്ദാവും. ഇവിടെ എന്താവത്തില്ല, ഇത് വർക്കിംഗ് അല്ല. ഇതെല്ലാം ഏത് പ്രകാരമാണ് വന്നെന്നറിയാമോ? പണ്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് ആകുമായിരുന്നു. പക്ഷേ മൊറാർജി ദേശായിയുടെ ഭരണം 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ്. ഇവിടെ എന്ത് ചോദ്യം ചോദിച്ചാലും 42nd അങ്ങ് എഴുതി, 44th അങ്ങ് എഴുതിക്കോണേ. 44ാമത്തെ അമെന്റ്മെന്റ് എന്ന് എഴുതിയാൽ മതി. എന്ത് പ്രശ്നം അഡീഷണൽ 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് ഇത് റദ്ദ് ചെയ്യാത്തത്. ഇത് ഇത്രയും മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. അതായത് നമുക്ക് 358 നോർമൽ കേസിനകത്ത് 6 സ്വാതന്ത്ര്യങ്ങളും റദ്ദാവും. പക്ഷെ നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആംഡ് റിബല്യൻ അഥവാ സായുധ കലാപം മൂലമാണ് നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 358 പ്രകാരം എന്ത് റദ്ദാവത്തില്ല? ഈ പറയുന്ന ആർട്ടിക്കിൾ 19 റദ്ദാവത്തില്ല. പുതിയ നിയമമാണ്. ക്ലിയർ? ബാക്കിയുള്ളതിന് റദ്ദാവും. ഇത് മനസ്സിലായി? എക്സ്റ്റേണൽ ആയിട്ടുണ്ടാവുന്നതാണ് റദ്ദാവും, അല്ലാത്തതിനകത്താണെങ്കിൽ റദ്ദാവത്തില്ല. ഇനി എമർജൻസി ആർട്ടിക്കിൾ ഏതാ? എമർജൻസി ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എമർജൻസി പറയുന്നത്. പാർട്ട് 18 പറയുന്നത്. ഐഡിയ നമ്മൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. എമർജൻസിയിൽ ഫണ്ടമെന്റൽ റൈറ്റ് റദ്ദാകും, അത് ജർമ്മനിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 358 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 6 ഫണ്ടമെന്റൽ റൈറ്റിനകത്തുള്ള പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ റദ്ദാവുന്നതാണ്. 358 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾക്ക് റദ്ദായി പോകും. പക്ഷെ 20 21 റദ്ദാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്
359 പ്രകാരം 359 തന്നെ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ആൾക്കാർ കോടതിയെ സമീപിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് പിന്നെ റദ്ദ് ചെയ്തത് ഒന്ന് തടയാനാണ് എങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് 359. അത് മനസ്സിലായോ? അതായത് എമർജൻസി ടൈമിൽ ഫണ്ടമെന്റൽ റൈറ്റ് സ്ഥാപിച്ചെടുക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശം റദ്ദ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിൽ ഉണ്ട്. നമുക്ക് കേവല ഭൂരിപക്ഷം വേണം ലോക്സഭ ലോക്സഭയില് ഈ അടിയന്തരാവസ്ഥയിൽ വിയോജിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം അങ്ങ് മതി ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ട്, പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? അടിയന്തരാവസ്ഥ കണ്ടിന്യൂ ചെയ്യാൻ ആർക്കും വലിയ താല്പര്യമില്ല, വിയോജിപ്പാണ് എങ്കിൽ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തോടെ ഇതൊന്ന് പാസ്സാക്കാം. പക്ഷേ അടിയന്തരാവസ്ഥ തുടരാനാണ് താല്പര്യമെങ്കിൽ ഇരു സഭകളിലും പ്രത്യേക ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് രണ്ടും മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നാഷണൽ എമർജൻസി രണ്ട് രീതിയിൽ നടക്കാം, എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും പറ്റും. 3 രീതിയിലാണ് ടോട്ടലി നമുക്ക് നാഷണൽ എമർജൻസി: യുദ്ധമോ വിദേശ കടന്നുകയറ്റമോ ആംഡ് റിബല്യനോ മൂലം. ഈ യുദ്ധവും വിദേശ കടന്നുകയറ്റവുമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 358 പ്രകാരം 19 അങ്ങ് റദ്ദാവും. അതേസമയം ഇന്റേണൽ ആയിട്ടുള്ള ഒരു എമർജൻസി ആണ് ഉണ്ടായത്, ആംഡ് റിബല്യൻ മൂലമാണ് ഉണ്ടായതെങ്കിൽ റദ്ദാവത്തില്ല. അത് മനസ്സിലായോ? 19 റദ്ദാവത്തില്ല. അപ്പൊ അതാണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അമെന്റ്മെന്റ് വന്നിരിക്കുന്നത് ഈ ആംഡ് റിബല്യനൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് 44th അമെന്റ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. നോക്കിക്കേ, അപ്പൊ ഏത് കേസ് പ്രകാരമാണ് സാധ്യത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നത്, ജുഡീഷ്യൽ റിവ്യൂവിനൊക്കെ പറ്റുന്നത്? മിനർവ മിൽസ് 1980. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോട് കൂടിയിട്ട് സ്വയമേവ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എത്ര പറ്റുന്നത്? 20ഉം 21ഉം താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് 359 തന്നെ എന്നും പറയുന്നുണ്ട്, പ്രസിഡന്റിനുള്ള അധികാരം ആരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്തത്, അത് നിർത്താനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. പ്രസിഡന്റിന് ആ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 20, 21 ഓട്ടോമാറ്റിക്കലി റദ്ദാവത്തില്ല. ക്ലിയർ? അപ്പൊ ഇന്ന് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഒക്കെ ഉള്ളവർക്ക് അതാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ജോലി കുറഞ്ഞിരിക്കുന്നു. ഈ 1.5 മണിക്കൂറത്തെ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ആ PDF എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വലിയൊരു ജോലി ഉണ്ട്. അപ്പൊ വരാത്തവർക്കാണെങ്കിൽ നല്ലൊരു പണിയാണ്. ഇത് 2-3 ക്ലാസ്സിലായിട്ട് ഞാൻ എടുക്കുന്ന കണ്ടന്റ് ഒന്നിച്ചു തന്നതാണ് അല്ലെ? ഒത്തിരിയും കണ്ടന്റ് പഠിച്ചില്ലേ? ഇന്ന് പഠിച്ചത് അത്യാവശ്യം ഒരു 80% നിങ്ങളുടെ മനസ്സിലില്ലേ? മൊത്തവും പഠിച്ചിട്ടില്ലെങ്കിൽ എന്റെ കൂടെ തന്നെ പഠിച്ചിട്ടില്ലേ? ഒരു 80% എല്ലാം പോലെ അല്ലല്ലോ. ഇതായിരിക്കും നമ്മളുടെ PDF വന്നോ നോക്കണേ. എട്ട് 37 നമ്മൾക്ക് ഒത്തിരി നാളെ ഇത്ര ടൈം എടുത്തിട്ട് വന്നു. ഓക്കെ, ഇത്ര മതിയല്ലോ.